ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂ അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് FIFO എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഈ ഒരു മെക്കാനിസം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നതായിരിക്കും ആദ്യം പോകുന്നത്. അതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അഥവാ ലിഫോ സ്റ്റാക്ക് എന്നുള്ള മെക്കാനിസം പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്യൂ എന്ന് പറഞ്ഞ മെക്കാനിസം. സാധാരണ നമ്മളൊരു ക്യൂവിൽ നിന്നാൽ എങ്ങനെ ആദ്യം വന്ന് നിൽക്കുന്ന ആളായിരിക്കും ആദ്യം പോകുക, അവസാനം വരുന്ന ആൾ അവസാനമേ പോകത്തുള്ളൂ. ആ ഒരു കാര്യമാണ് ഈ മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് എക്സാമ്പിളോട്ട് എടുക്കാം. നമുക്ക് ആദ്യം ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ്. അതിനുശേഷം നമുക്ക് ആൻസർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് എസ് എന്ന് വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. വൈൽ ആൻസർ ഈക്വൽ എസ്. ആൻസർ എസ് ആയിരിക്കുന്നവരെ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിനകത്ത് നമുക്ക് ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് നമുക്ക് ഒരു യൂസർ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ യൂസറിനോട് ചോദിക്കുകയാണ്, എൻ്റർ ഫ്രൂട്ട് നെയിം. ഇവിടെ യൂസർ ഫ്രൂട്ട് നെയിം ഇൻപുട്ട് ചെയ്യും. അത് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യും. fruits.append എന്ന് പറയുക. ഫ്രൂട്ട്, ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലോട്ട് അപ്പെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആൻസറിലോട്ട് ഗെറ്റ് ചെയ്യുക. അതായത് അടുത്ത വാല്യൂ എൻ്റർ ചെയ്യണോ എന്നുള്ളത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അതും നമുക്ക് യൂസർ ഇൻപുട്ട് വയ്ക്കാം. ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വഴി അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഇൻപുട്ട് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കാം. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് വൈ എസ് ഓർ നോ, y/n ആണ്. അത് ആൻസറിലോട്ട് കിട്ടും. എന്നിട്ട് നമുക്കതൊരു പ്രിന്റ് കൊടുക്കാം. ഇപ്പം നിലവിലുള്ള ഫ്രൂട്ട്സിന്റെ പേര് അത് പ്രിന്റ് ചെയ്യും. ഇവിടെ y/n ഒരു ഈഫിന്റെ കാര്യമൊന്നും ആവശ്യമില്ല. ഇത് നേരിട്ട് വൈൽ ലൂപ്പിൽ അത് y ആകുന്ന വരെ മാത്രം അത് വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്നോ മറ്റേതെങ്കിലും ഒരു കീയോ പ്രസ് ചെയ്താൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളും. സോ അതുവരെ അത് ഫ്രൂട്ട്സിന്റെ നെയിം ആക്സെപ്റ്റ് ചെയ്ത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട് വയ്ക്കും. ഇനി ഇതോടുകൂടി നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞു. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന മെക്കാനിസം ആണ്. അതിനു മുമ്പ് നമ്മൾ ഈ ആൻസർ എപ്പോഴും തിരിച്ച് വൈ ആക്കി വെക്കണം. കാരണം ഒടുവിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോ കൊടുത്താൽ ചെയ്യുന്നത് എങ്കിൽ ഇത് താഴോട്ടുള്ളത് വീണ്ടും ഒരു വൈൽ ലൂപ്പാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ അത് എസ് ആക്കി സെറ്റ് ചെയ്യുക. ഇവിടെ വൈൽ ലൂപ്പ് വയ്ക്കുക. അതിനകത്ത് നമുക്ക് ആൻസർ എസ് ആകുന്ന വരെ. അത് നമ്മൾ പറയേണ്ടത് ആൻസർ ഈക്വൽസ് സെയിം തന്നെ ഇൻപുട്ട് ഡു യു വാണ്ട് ടു ഡിലീറ്റ് ഫ്രൂട്ട് എന്ന് ചോദിക്കാം. ഇവിടെ y/n. ഇവിടെ നമ്മുടെ ആൻസർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ്, കാരണം ഡിലീറ്റ് നമുക്ക് ഇഫ് ആൻസർ ഈക്വൽസ് ഈക്വൽ y ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പറയേണ്ടത് പോപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ് 0 എന്ന് പറയണം. അതായത് എപ്പോഴും ആദ്യത്തേത് നമുക്ക് ആദ്യം വരുന്നത് പോകുന്നുണ്ട്. അപ്പൊ ഇതും മറ്റും തമ്മിൽ വ്യത്യാസം. മറ്റിനകത്ത് fruits.pop എന്ന് കൊടുത്താൽ മതി. ഇത് fruits.pop ഫസ്റ്റ് ഇൻഡെക്സ് 0 എന്ന് കൊടുക്കും. അതിനുശേഷം ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഫ്രൂട്ട്സ്. ഇത്രയുമേ ഉള്ളൂ. ഇനി അതൊന്ന് സേവ് ചെയ്യുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ഫസ്റ്റ് ഫ്രൂട്ട് ഞാൻ ആപ്പിൾ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഗ്രേപ്പ് കൊടുക്കുന്നു,
കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഓറഞ്ച് കൊടുക്കുന്നു. ഈ 3 എണ്ണം കൊടുക്കുന്നു. ദെൻ ഇവിടെ നോ കൊടുത്ത് നമ്മൾ ഈ ആദ്യത്തെ അക്സെപ്റ്റ് യൂസർ ഇൻപുട്ട് നമ്മൾ ലിസ്റ്റിലോട്ട് വയ്ക്കുന്ന ആ ഒരു അത് 3 എണ്ണം മതി എന്നുള്ള രീതി നമ്മൾ എക്സിറ്റ് ആകുന്നു. അടുത്ത ചോദിക്കുന്നത് നമ്മൾ ഡിലീറ്റ് മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. ഡിലീറ്റ് മെക്കാനിസം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. സാധാരണ ക്യൂ നമുക്ക് നോക്കാം. ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ ഏതാണ് ആദ്യം പോകുന്നത്? ആപ്പിളാണ് പോകുന്നതെങ്കിലാണ് കറക്റ്റ്. അതേസമയം സ്റ്റാക്കിലാണ് ഓറഞ്ച് ആയിരിക്കും പോകുക. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്യൂ എന്ന് പറഞ്ഞ മെക്കാനിസം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതുകൊണ്ട് ആപ്പിൾ ആയിരിക്കണം ആദ്യം പോകേണ്ടത്. സോ ആപ്പിൾ പോയി. അടുത്തത് വീണ്ടും എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേപ്പ് പോകുന്നു. അടുത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഏറ്റവും ഒടുവിൽ എൻ്റർ ചെയ്ത് ഏറ്റവും ഒടുവിൽ പോകും. ആദ്യം വന്നത് ആദ്യം പോകും. സോ ഇവിടെ നമ്മൾ എക്സിറ്റ് ആകുന്നു. സോ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ, ഒരു മെക്കാനിസം, ക്യൂ മെക്കാനിസം അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം നമ്മൾ സാധാരണ ക്യൂ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണോ അതാണ് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്